തല്ലങ്ങോട്ടോന്നെങ്കിൽ ഒറ്റ അടിക്കാൻ തീർത്തേക്കണം. ഇല്ലെങ്കിൽ സംവിധാനത്തിൽ പുറത്തു നിൽക്കുന്ന ഒരാളാണ് അങ്ങ്. ധൈര്യപൂർവ്വം ഇത്തരം കാര്യങ്ങൾ ആയിരക്കണക്കിന് ആളുകൾ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. ആയിരക്കണക്കിനല്ല, ലക്ഷക്കണക്കിന് ആളുകൾ, ലക്ഷക്കണക്കിന് സഖാക്കൾ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു. മരിച്ചു വീണ സഖാക്കൾക്ക് വേണ്ടി അവരോടൊപ്പം കത്തിച്ചാമ്പലാകാൻ കഴിയാതെ പോയ എനിക്ക് അവർക്ക് വേണ്ടി പ്രതികാരം ചെയ്യണം. ചെയ്തേ പറ്റൂ. ഞാൻ തീരുമാനമെടുത്തു കഴിഞ്ഞു. ലക്ഷക്കണക്കിന് ഈ ഗവൺമെന്റ് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ലക്ഷോപലക്ഷം വരുന്ന കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങളുണ്ട്. ഈ ഗവൺമെന്റ് ഇവിടെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഗവൺമെന്റ്, ഈ ഗവൺമെന്റിനെ തിരിച്ച് അധികാരത്തിലെത്തിച്ച ജനങ്ങൾ, ആ ജനങ്ങളുടെ വികാരമാണ് ഞാൻ പറഞ്ഞത്. സഖാവിന്റെ വികാരം സത്യമാണ്. നമുക്ക് വേണ്ടി മരിച്ചു വീണ ധീര സഖാക്കളുടെ വികാരം ഏറ്റുവാങ്ങി കൂടുതൽ ശക്തിയായി പാർട്ടിയുടെ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുക. ആ പാർട്ടി പ്രവർത്തകരുടെ വികാരമാണ് ഞാൻ പറഞ്ഞത്. അതിനെ തള്ളിക്കളയാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്റെ ആദർശപരമായ രാഷ്ട്രീയമാണ്. വാണിയംകുളം വിശ്വന്റെ 5 ലക്ഷം വാങ്ങി പൊന്നൂരത്തിലെ ജനങ്ങളെ ഒറ്റിക്കൊടുക്കണം. കോംപ്രമൈസ് ഇരു കൂട്ടർക്കും നല്ലതല്ലെന്ന് വിചാരിച്ച് മുഖ്യമന്ത്രിക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ ഇവരെ നിയന്ത്രിക്കുന്നതിൽ? ഒരിക്കലും വീഴ്ച സംഭവിച്ചിട്ടില്ല. അദ്ദേഹത്തിന് വിശ്വസിച്ചേൽപ്പിച്ചവർ ആ വിശ്വാസ്യത നിറവേറ്റില്ല. വിശ്വസിച്ചേൽപ്പിച്ചവനെ എപ്പോഴും ചതിക്കാം. വാണിയംകുളം വിശ്വൻ ഇയാൾ കൊടുത്ത വാക്ക് പാലിക്കട്ടെ. DYSP കരിപ്പായി ആന്റണി യജമാന സ്നേഹമുള്ള നായ. ഞാൻ അത്രയും ഡീറ്റെയിൽഡായി അന്വേഷിച്ച് ജനങ്ങളുടെ വികാരം, എൻ്റെ പാർട്ടി പ്രവർത്തകരുടെ വികാരം എല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. എന്തുകൊണ്ട് ഈ പോലീസ് ഇങ്ങനെ, എന്തുകൊണ്ട് ഈ പോലീസ് ജനങ്ങളെങ്ങനെ നിരന്തരമായി ഉറപ്പിക്കുന്നു? തോക്കനും ലാത്തിക്കും പണി ഉണ്ടാക്കും സഖാക്കള്. എന്തിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പങ്കെടുത്ത ചടങ്ങിൽ അലങ്കോലപ്പെടുത്തിയവർ അങ്ങനെ അലങ്കോലപ്പെടുത്തിയിട്ടുള്ള ഒരു അക്രമികളാണെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുമ്പോൾ, അത് മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞ 1 മണിക്കൂർ കഴിയുമ്പോൾ സഖാക്കൾക്കെതിരെ കേസെടുക്കുന്നു. ഇങ്ങനെ ഒരു വൃത്തികെട്ട പോലീസ് അങ്ങനെ അങ്ങ് ഉണ്ടാകുമോ കേരളത്തിൽ? കളിച്ചോ നീ? എന്നോടുള്ള നിന്റെ കളി ലോൺ എടുത്ത കളിയാന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? ആ അന്വേഷണമാണ് ഇന്നിവിടെ എത്തിച്ചിട്ടുള്ളത്. അതുമായി ഞാൻ മുന്നോട്ട് പോകും. അതിൽ യാതൊരു തർക്കവുമില്ല. 12 മണിക്കൂറിനകം മാധവട്ടം പുറലോകം കാണും. നീ ഏത് പാതാളത്തിൽ കൊണ്ട് ഒളിപ്പിച്ചാലും വാക്ക് എന്റെയാ, ഭരതന്റെ. അല്ല, അത് നിങ്ങൾ പറഞ്ഞോ. PV അൻവർ ഈ ദൈവത്തിനെ കീഴടങ്ങുള്ളൂ, പിന്നെ ഈ പാർട്ടിക്ക് കീഴടങ്ങുള്ളൂ. നിങ്ങൾ ആര് വിചാരിച്ചിട്ടും ഈ ലോകത്തെ ജനം മുഴുവൻ ഒത്തൊരുമിച്ച് നിന്നിട്ടും എന്നെ കീഴടക്കാൻ കഴിയുമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. അത് നടക്കണ കാര്യമല്ല. ഓ, ഈ സഖാക്കളുടെ ഒരു വർഗസ്നേഹേ അത് വല്ലാത്ത സൂത്രപ്പണി തന്നെയാ. കാക്കക്കൂട്ടിൽ കല്ലെറിഞ്ഞ് എങ്ങനെ ഇരിക്കും അതുപോലെയാ. അല്ല, നിങ്ങളത് വിചാരിക്കണ്ട, നടക്കൂല. നടപടി പൊതുവെ ആളുകൾക്ക് അഭിനന്ദിക്കാവുന്ന തരത്തിലാണ്. കാരണം പാർട്ടി പ്രവർത്തകർക്ക് ലക്ഷക്കണക്കിന് പ്രവർത്തകരുടെ വികാരമാണ് പറഞ്ഞത്. അപ്പോൾ ഇതിന് ഫലം കൂടി ഉണ്ടാകട്ടെ. ഈ പോരാട്ടം വിജയിക്കും തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. സമാധാനവാദികളുടെ ഒരു വിപ്ലവം ആദ്യം ഉണ്ടാവും. അത് കേട്ടില്ലെന്നും കണ്ടില്ലെന്നും നടിച്ചാൽ പിന്നെ വരുന്നത് ഭ്രാന്തന്മാർ നയിക്കുന്ന വിപ്ലവമായിരിക്കും. തുടങ്ങുമ്പോൾ വിപ്ലവം ഉണ്ടാവരെങ്ങനെയാ? നിങ്ങളൊക്കെ ചരിത്രം പഠിച്ചവരാണല്ലോ. വിപ്ലവം എങ്ങനെയാ ഉണ്ടാവുന്നത്? അത് എഴുതി വെച്ചൊരു സംഘടന ഉണ്ടാക്കി, സംവിധാനം ഉണ്ടാക്കിയിട്ടല്ല ഉണ്ടാവാറ്. അത് വിപ്ലവം ഒരു ജനകീയ മുന്നേറ്റമാണ് ഉണ്ടാവുന്നത്. അതൊരു വിപ്ലവമായി മാറി മറ്റൊരു രൂപത്തിലേക്ക് രൂപാന്തരപ്പെടുക ചെയ്യുക. ഇത് ഈ അഴിമതിക്കെതിരെ, ഈ അക്രമത്തിനെതിരെ, ഇവിടെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഈ ഗവൺമെന്റിനെ തകർക്കാൻ ശ്രമിക്കുന്ന ഒരു ലോബിക്കെതിരെയുള്ള ഒരു വിപ്ലവമായി മാറും.